ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരെയും കാത്തിരിക്കുന്ന കോമഡിയുടെയും ബാലിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ. അങ്ങനെ നമ്മുടെ ദേവിയുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആകാശം മീനാക്ഷി ആ ഒരു കാറ് കൊണ്ടുവന്നതിൽ പിന്നെ ഇനിയിപ്പം മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് എന്തേ കാറ് കൊണ്ടുവന്നില്ല എന്ന ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്തെങ്കിലും പരിഹാരമാർഗം ഉണ്ടാക്കിയേ പറ്റൂ നമ്മുടെ ദേവിക്ക്. അതുകൊണ്ട് ദേവി ആനന്ദിനോട് നേരത്തെ തന്നെ കൂട്ടി പറയുകയാണ്, നമുക്കൊരു കാർ എടുക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് കാറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ആനന്ദേട്ടന് നാണക്കേടാണ്. അത് മാത്രമല്ല ദേവമംഗലത്തെ എല്ലാവർക്കും അത് നാണക്കേടാ. അതിന് ഞാൻ സമ്മതിക്കില്ല. എനിക്ക് ആനന്ദേട്ടൻ മേടിക്കുന്ന കാറിൽ തന്നെ പോണം. അല്ലാതെ എൻ്റെ വീട്ടിൽ നിന്ന് ഔദാര്യമായിട്ട് കിട്ടുന്നത് ഒന്നും വേണ്ട. അങ്ങനെ എൻ്റെ ഭർത്താവിനെ ഞാൻ കൊച്ചാക്കില്ല എന്നാണ് ദേവി പറയുന്നത്. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ ആണല്ലോ നമ്മൾ അവസാനത്തെ ഒരു സീനായിട്ട് കണ്ടത്. ഏതായാലും ദേവി ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് കാറിന്റെ കാര്യത്തിന് ഒരു തീരുമാനമൊക്കെ ആയി. അപ്പൊ ആനന്ദിന് ഒരു കാർ എടുക്കാനൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ ദേവി പറഞ്ഞപ്പോഴത്തേക്കും. പിന്നെ നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ കാറ് ഫ്രണ്ടിൽ കിടക്കുകയാണല്ലോ വീടിന്റെ. ഇത് കാണുമ്പോൾ മുതൽ അരിശം കയറി ഇരിക്കുകയാണ് കേട്ടോ. നേരെ വീട്ടിലേക്ക് ചെന്ന് ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാല് വേറെ ആരെയല്ല, നമ്മുടെ ദേവിയുടെ അമ്മേനെ എടുത്ത് ഫോൺ വിളിക്കാം. എന്നിട്ട് അമ്മേ, ഞാൻ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം, അല്ല നീ ആ കാറ് പറഞ്ഞു വിട്ടോ? ആ കാർ അവിടെ ഉണ്ടോ ഇപ്പം, അതോ വീട്ടിൽ കൊണ്ടുപോയോ? മീനാക്ഷിയും ആകാശം കൂടെ അത് കൊണ്ടു കൊടുത്തോ? ഏയ്, അത് കൊണ്ടു കൊടുത്തൊന്നും ഇല്ലമ്മേ. പക്ഷെ ഞങ്ങൾ ഉടനെ ഒരു കാർ എടുക്കും. അമ്മയ്ക്കും അച്ഛനും ആണല്ലോ ഞങ്ങൾക്ക് കാർ എടുത്ത് തരാൻ ബുദ്ധിമുട്ട്. അല്ല പെണ്ണെ, നീ എങ്ങനെ കാർ എടുക്കുന്ന ഈ പറയുന്നത്? ഓ, നിന്റെ കയ്യില് വെച്ചടിച്ച് കുറെ നോട്ടുണ്ടെന്ന് തോന്നുമല്ലോ. അല്ല, ഇനിയിപ്പൊ അടിക്കുന്ന വല്ല മെഷീൻ ഉണ്ടോ നിന്റെ കയ്യില്? അടിക്കുന്ന മെഷീനൊന്നുമില്ല. പക്ഷെ എന്തും സംസാരിക്കാൻ പറ്റിയ ഒരു നാക്ക് എൻ്റെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ നാക്ക് ഞാൻ പ്രയോജനപ്പെടുത്തി. ആ നാക്കും കൊണ്ട് ഞാൻ ആനന്ദേട്ടനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് കാറ് കൊണ്ടുവന്ന കുറച്ചില്ല ആനന്ദേട്ടന്. അതിനു മുമ്പ് തന്നെ നമുക്ക് കാറ് മേടിക്കണം എന്നാണ് ഞാൻ ആനന്ദേട്ടനോട് പറഞ്ഞത്. അത് കേട്ടിട്ടേ ഏതായാലും ഇനിയിപ്പോൾ ആനന്ദേട്ടൻ എന്നോട് കാറ് കൊണ്ടുവരാനൊന്നും പറയാൻ പോകുന്നില്ല. മാത്രമല്ല ആനന്ദേട്ടൻ കാറ് മേടിക്കാനും നോക്കും. പിന്നെ എനിക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഓ പെണ്ണെ, നീ കൊള്ളാലോടി. നിന്റെ ബുദ്ധി ഏതായാലും കൊള്ളാലോ. അല്ല, നിനക്ക് ഇത്ര ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നോ? ഈ അമ്മയുടെ മോളല്ലേ, അച്ഛന്റെ മോളല്ലേ, എങ്ങനെ ബുദ്ധി ഇല്ലാതിരിക്കും? ഓരോന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടേക്കുന്നതല്ലേ. നോണയല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇവിടെ. ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗവും എൻ്റെ കയ്യിലില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഗോമതിയുടെ അടുത്ത് ചെന്നു ദേവി. ഗോമതിയുടെ അടുത്ത് ചെന്നിട്ട്, അല്ല കാറിന്റെ കാര്യം ഇന്നലെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ അമ്മേന്ന് ചോദിച്ചു. അവിടെ നിന്ന് ചെറിയൊരു ന്യൂസ് കിട്ടാലോ. അത് മാത്രമല്ല ബാലന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാലോ. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി പറഞ്ഞു, അത് പിന്നെ മോളെ, ബാലേട്ടനത് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ബാലച്ചന്റെ മനസ്സേ അമ്മയെക്കാളും നന്നായിട്ട് എനിക്കറിയാം. പിന്നെ നിനക്ക് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. എന്താ അമ്മ വിചാരിച്ചത്? ആ കാറ് കൊണ്ടുവന്ന കാര്യം അറിയുമ്പോ ബാലച്ചൻ ഇരു കൈ നീട്ടി അത് സ്വീകരിക്കുന്നോ? സ്വീകരിച്ചത് തന്നെ. ബാലച്ചൻ പറഞ്ഞില്ലേ ആ കാർ ഇവിടുന്ന് കൊടുത്തയക്കാൻ വേണ്ടി. അതേ മോളെ, അങ്ങനെയാ ബാലേട്ടൻ പറഞ്ഞത്. പക്ഷെ ഈ വിവരം ഞാൻ എങ്ങനെ മീനാക്ഷിയോടും ആകാശിനോടും പറയും? രണ്ടുപേർക്കും സ്വർഗം കിട്ടിയ പോലെയാ. ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അമ്മ എന്ത് ചെയ്യാനാ? അമ്മയുടെ ഭർത്താവ് എന്തു പറഞ്ഞു അതാ അമ്മ അനുസരിക്കേണ്ടത്. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യണം? അമ്മ ഈ കാറ് മീനാക്ഷിയുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ മീനാക്ഷിയോട് പറയണം. മുഖത്ത് നോക്കി തന്നെ സംസാരിക്കണം. ഇനി അമ്മയ്ക്ക് സംസാരിക്കാൻ മടിയാണെങ്കിലേ ഈ ഈ ദേവി എല്ലാവർക്കും വേണ്ടി സംസാരിക്കാം. അച്ഛനും അമ്മയ്ക്കും ആർക്ക് വേണ്ടി സംസാരിക്കാനും ഈ ദേവി തയ്യാറാ. അപ്പൊ പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അയ്യോ വേണ്ട, മോള് സംസാരിക്കൊന്നും വേണ്ട. അല്ല, മോൾ എന്തിനാ ഈ വക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്? എങ്ങനെ ഇടപെടാതിരിക്കും? അമ്മേനെയും ബാലച്ചനെയൊക്കെ അപമാനിക്കലായി പോയില്ലേ ആ കാറ് കൊടുത്തയച്ചത്. ഇത് തനി സ്ത്രീധനം കൊടുത്തതുപോലെ തന്നെയാ. നമുക്ക് കാറ് മേടിക്കാൻ കഴിവില്ല, അതുകൊണ്ട് എന്താ അവിടെ നിന്ന് കാറ് കൊടുത്തയച്ചു. അങ്ങനെ തന്നെ എല്ലാവരും പറയത്തുള്ളൂ. ഓ, ദേവമംഗലത്തുകാരുടെ അഭിമാനം പോയില്ലേ ഇതോടുകൂടി. ഞാൻ ചെയ്യില്ല കേട്ടോ. എൻ്റെ അച്ഛൻ എന്തൊക്കെ കാറ് മേടിക്കാനുള്ള പൈസയുണ്ട്, ഏതു മോഡലിലുള്ള കാറ് മേടിക്കാനുള്ള പൈസയുണ്ട്. പക്ഷെ എൻ്റെ അച്ഛനെ കൊണ്ട് ഞാന് അതുപോലെ ഒരു കാർ മേടിപ്പിക്കത്തില്ല. കാറെന്നല്ല, എൻ്റെ അച്ഛൻ അവിടെ നിന്നൊരു സാധനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരില്ലല്ലോ. കാരണം നമ്മുടെ ഈ ദേവമംഗലം തറവാടിന് കുറച്ചിലാണെന്ന് എൻ്റെ അച്ഛനറിയാം. മാത്രമല്ല അങ്ങനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാലും ഞാനും ആനന്ദേട്ടനും അത് വേണ്ടെന്നേ പറയൂ.
സ്വന്തം പൈസ കൊണ്ട് മേടിക്കണം. അല്ലാതെ മറ്റുള്ളവരുടെ കണ്ടിട്ട് ആഗ്രഹിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. ആ, ഇതിപ്പോ ഒരു കാറ് തന്നെന്നുമായി ഈ നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ആർക്കറിയാം. ഓ, ദേവമംഗലത്തിന്റെ അഭിമാനം മൊത്തം പോകാനായിട്ട് ഒരു കാറ് കൊണ്ടുവന്ന് വീട്ടിന്റെ മുറ്റത്ത് ഇട്ടേക്കുന്നു. ഓ, എനിക്കിത് ഓർക്കുമ്പോ ഉണ്ടല്ലോ അമ്മേ, തരിച്ചങ്ങ് കയറുക എന്നൊക്കെ കുറെ പറഞ്ഞ് നമ്മുടെ ഗോമതിയുടെ മനസ്സൊക്കെ ഒന്ന് ചഞ്ചലപ്പെടുത്തിയിട്ട് അങ്ങ് പോയി കേട്ടോ. ഇതേ സമയം നമ്മുടെ ബാലനെ കാണിക്കുന്നുണ്ടേ. ബാലനാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് വീട്ടിലല്ല കടയിലുള്ളത്. അങ്ങനെ കടയിൽ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴേക്കാണെങ്കിൽ നമ്മുടെ രാമേട്ടൻ കാറിന്റെ കാര്യം അറിയുന്നത് അപ്പോഴാണല്ലോ. അപ്പം കാറിന്റെ ഒക്കെ കാര്യമാണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശും ധർമ്മനും രാമേട്ടനും കൂടി കാറിന്റെ കാര്യം ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ സംസാരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഏതായാലും ഒരു കാറ് ദേവമംഗലത്ത് ആവശ്യമായിരുന്നു. അത്രയും പേരുള്ളതല്ലേ, അത്യാവശ്യം എവിടെയെങ്കിലും പോണെങ്കിൽ തന്നെ ഒരു കാറൊക്കെ വേണ്ടേ. അതുമാത്രമല്ല, എല്ലാ മക്കളുടെയും കല്യാണവും കഴിഞ്ഞു, ഇനിയിപ്പം പ്രസവമായി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാറ് വേണമല്ലോ. ഓ, ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടാതെ എന്റെ രാമേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ധർമ്മൻ ഇവരെല്ലാം കാറിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഓരോന്നായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ ബാലന് കാലി വിത്തിട്ട് ബാല പറിച്ചത് നിർത്തുന്നോട്ടോ, മതി, നിർത്തിക്കോ, ഇനി കൂടുതലാരും സംസാരിക്കണ്ട. കാറ് 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 കേട്ട് കേട്ട് ഞാൻ മടുത്തു. ഇനി കാറിന്റെ കാര്യം ആരും ഇവിടെ പറഞ്ഞു പോകരുത്. അപ്പൊ രാമേട്ടൻ പറഞ്ഞ, എന്താ ബാല നീ ദേഷ്യപ്പെടുന്നത്? ഒരു കാറ് കിട്ടിയത് നല്ലതല്ലേ? നല്ലത്. ദേ ആകാശേ, ഞാനൊരു കാര്യം പറയാം. ദേ ആ കാർ എത്രയും പെട്ടെന്ന് മാറ്റിക്കോണം ദേവമംഗലത്ത് നിന്ന്, ഇല്ലെങ്കിൽ ഈ ബാലന്റെ തനി സ്വഭാവം അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങി. അപ്പോഴേക്ക് രാമേട്ടൻ പറഞ്ഞു, അത് എന്ത് വർത്താന ബാല ഈ പറയുന്നത്? ദേ വീട്ടിലൊരു കാറ് വന്നത് നല്ലതല്ലേ? മാത്രമല്ല, അവര് കൊടുത്തത് സ്വന്തം മോൾക്കല്ലേ ഒരു കാറ് കൊടുത്തത്, അല്ലാതെ വല്ലവരുടെയും കയ്യിൽ നിന്നല്ലല്ലോ മീനാക്ഷി കാറ് മേടിച്ചത്. അപ്പൊ പിന്നെ ഈ കാറിനെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല, ആവശ്യം തന്നെയാ കാറ്. അതിപ്പോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും മീനാക്ഷിക്കും ആകാശിനും അത് ഉപകാരപ്പെടട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ആകാശ് വലിയ സന്തോഷത്തിൽ തന്നെയാണ് കാറ് കിട്ടിയതിന്റെ. കാറ് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല, പൊടിയടിച്ചു എന്നും പറഞ്ഞ് കഴുകിയിടുന്നു. പക്ഷെ നമ്മുടെ ധർമ്മന് ഇതങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. നമ്മുടെ ധർമ്മനും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശിന്റെ ഈ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആകാശിനൊരു ചെറിയൊരു ചാഞ്ചാട്ടം ഉണ്ടല്ലോ എങ്ങോട്ടേക്ക്, നമ്മുടെ മീനൂട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. കാരണം ഇവിടെ നിന്ന് കിട്ടാത്ത സ്നേഹവും പരിഗണനയും അവിടെ കിട്ടുമ്പോൾ, നമുക്ക് കിട്ടാത്ത സ്നേഹവും പരിഗണനയും എവിടെ കിട്ടുന്നോ അവിടെയാണല്ലോ നമ്മൾ കൂടുതൽ കൂറ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇവിടെ കിട്ടാത്ത സ്നേഹവും പരിഗണനയും ഒക്കെ അവിടെ കിട്ടുമ്പോൾ നമ്മുടെ ആകാശിനെ ഓരോന്ന് പുകഴ്ത്തി പറയുമ്പോഴൊക്കെ ആകാശിന് അങ്ങോട്ടൊരു കൂറ് കാണുമല്ലോ. അങ്ങനെ നമ്മുടെ ആകാശിന് അങ്ങോട്ട് തന്നെയാണ് കൂറുള്ളതെന്ന് നമ്മുടെ ധർമ്മൻ ആര്യനോട് പറയണം. അപ്പൊ ആര്യൻ സിമ്പിളായിട്ട്, അതിനിപ്പോ എന്താ അവരുടെ വീട്ടിൽ പോകുന്നതിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ, അത് മീനാക്ഷി ഇടത്തിയുടെ വീടല്ലേ, മീനാക്ഷി ഇടത്തിയുടെ അച്ഛനും അമ്മയല്ലേ, അതിനിപ്പോ എന്താന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അല്ലടാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആകാശിന്റെ ഇപ്പോഴത്തെ മാറ്റം അത് വല്ലാത്ത മാറ്റം തന്നെയാണ്. നീ ബാലേട്ടനെ അതായത് അളിയനെ ധിക്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല, കാരണം നീ പണ്ട് മുതലേ അങ്ങനെയാ. പക്ഷെ ആകാശിന്റെ മാറ്റം അത് വല്ലാതെ ബാലേട്ടനെ അളിയനെ തകർത്ത് കളയുന്നുണ്ട്. ഇതെവിടം വരെ പോയി നിൽക്കുന്ന ആർക്കറിയാന്ന്. അപ്പൊ നമ്മുടെ ആര്യൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആകാശ് കാറിന്റെ പൊടിയൊക്കെ തൂക്കുന്നു, കാറ് കഴുകുന്നു, കാറ് പൊന്നുപോലെ സൂക്ഷിക്കാണ് കേട്ടോ. അപ്പം ഏതായാലും നമ്മുടെ ആകാശിനും അങ്ങോട്ടൊരു ചെറിയ സ്നേഹവും ചാഞ്ചാട്ടവും ഒക്കെ ഉണ്ട്. കാറ് കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു, പരിഗണന കൊടുക്കുന്നു. പിന്നെ എങ്ങനെ നമ്മുടെ ആകാശിന്റെ മനസ്സ് ചാഞ്ചാടാതിരിക്കും? അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉണ്ടല്ലോ ഒരു വലിയ സ്വപ്നം കാണുന്ന കേട്ടോ നിങ്ങൾ ഇന്ന് കണ്ടത്. നമ്മുടെ മിത്ര വലിയൊരു സ്വപ്നം കാണുകയാണ്. ആര്യനും മിത്രയും കൂടി നമ്മുടെ മിഥുനെ ആ അപകടപ്പെടുത്തിയ സ്ഥലത്തേക്ക് ചെല്ലുമ്പം അവിടെ ജീവനോടെ അല്ല പ്രേതമായിട്ട് നിൽക്കുകയാണ് നമ്മുടെ മിഥുന്. എന്നിട്ട് നീ എന്നെ കൊന്നല്ലേടാ, കൊന്നിട്ട് അങ്ങ് പോയല്ലേടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രേതത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഇത് കണ്ട് കാറി എണീക്കുകയാണ് നമ്മുടെ മിത്ര. വല്ലാണ്ട് പേടിച്ചു പോയൊരു അവസ്ഥയാണ് കേട്ടോ മിത്രയ്ക്ക്. അപ്പൊ മിത്രയ്ക്ക് അതങ്ങ് മനസ്സിൽ നിന്ന് മാറുന്നില്ല. അപ്പം ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാളത്തെ വിശേഷം വരാൻ പോകുന്നത് മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണുക. അപ്പം ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.